റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണമാണ് കണ്ടെടുത്തത്. ശബരിമലയിലെ പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും പിടിച്ചെടുത്തതിലുണ്ട്. കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തു. ഭൂമി ഇടപാട് സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലമെന്നാണ് SIT പറയുന്നത്. പോറ്റിയെ ഇന്നും ചോദ്യം ചെയ്യും. 3-ാം ദിവസവും ചോദ്യം ചെയ്യലുണ്ടാകും. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. മുരാരി ബാബു ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനും SIT ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഹരിമോഹനും റോഷിപാലും നമുക്കൊപ്പം തത്സമയം ചേരും. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര ചെറിയ പുള്ളിയല്ല. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. തിരുവനന്തപുരത്തടക്കം വസ്തു കൈമാറ്റത്തിൽ നിർണായകമായ ഇടപെടലുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതായിട്ട് തെളിവുകളുണ്ട്. സ്ഥിരവരുമാനം വട്ടപൂജ്യം. എന്നിട്ടും സ്വർണ്ണാഭരണങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം കൈമാറ്റം. ഹരി, നിർണായകമായ വിവരങ്ങൾ റെയ്ഡിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നിർണായകമായ വിവരങ്ങൾ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് സ്വർണവും കുറേയധികം പണവും ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പണമാണ്, ആ സ്വർണമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ സ്വർണം ആഭരണങ്ങളുടെ രൂപത്തിലായിരുന്നെങ്കിൽ പോലും അത് കണക്കിൽപ്പെടാത്ത, അല്ലെങ്കിൽ അതിന് കൃത്യമായ ബില്ലോ അല്ലെങ്കിൽ അത് എപ്പോൾ വാങ്ങിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിലയിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണമാണോ ഇത്തരത്തിൽ ആഭരണങ്ങളാക്കി മാറ്റിയതെന്നുള്ള സ്വാഭാവിക സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭൂമി ഇടപാടുകളുടെ രേഖകളാണ്. അതായത് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കൂടി ആ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി ആധാരങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ആധാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇയാൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടപ്പലിശക്കാരൻ കൂടിയായിരുന്നു, ബ്ലേഡുകാരനായിരുന്നു. അതുകൊണ്ട് ഈ പലിശയ്ക്ക് പണം കൊടുത്തതിന് ശേഷം പണം കിട്ടാതാകുമ്പോൾ ഒരുപാട് ആളുകളുടെ ആധാരം ഇയാളുടെ കയ്യിലേക്ക് ആയി മാറുന്നു. അത്തരത്തിൽ കുറെ ആധാരങ്ങൾ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ ആധാരങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകൾ, കഴിഞ്ഞൊരു 3 വർഷക്കാലത്തിനിടയിൽ നടത്തിയ കുറേയധികം ഭൂമി ഇടപാടുകൾ, ആ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം തന്നെ റവന്യൂ വകുപ്പും കൂടി സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച പണത്തിന് ഇപ്പോൾ നിലവിൽ സ്രോതസ്സില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം മറ്റേതെങ്കിലും രീതിയിൽ സമാഹരിച്ചതാണോ, അതെയോ ഈ സ്വർണ്ണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലയിൽ കിട്ടിയ പ്രതിഫലമാണോ എന്നതിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണ സംഘം സംശയം ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഈ പരിശോധന കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് വന്ന് കുറച്ച് സമയം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഇതിനൊന്നും കൃത്യമായ മറുപടി പോറ്റി നൽകിയില്ല എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. എന്തായാലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. അരുൺ, വളരെ നിർണായകമായ കാര്യങ്ങളാണ് കേട്ടോ SIT റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിരവരുമാനം ഒന്നുമില്ലാത്ത പോറ്റിക്ക് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ സ്ഥലം കൈമാറ്റം ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഇത്രയുമധികം സ്വർണം കൈവശമുണ്ടാവുക? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സ്വർണ്ണപ്പാളി പൂജിച്ചതിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊന്നും ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയല്ല. ആകെ പരിശോധിച്ചതിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഒരിക്കൽ വന്നു എന്നതൊഴിച്ചാൽ വലിയ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും കാലിയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പ്രേക്ഷകൻ ശ്രീ പറയുന്നു, ഡിയർ റിപ്പോർട്ടർ, കൈൻഡ്ലി ഡോണ്ട് യൂസ് ദ നെയിം പോറ്റി ഓൺലി. പോറ്റി 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 എന്ന് മാത്രം നിങ്ങൾ പറയരുതെന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് നായര്, പിള്ളൈ, മേനോൻ എന്നൊക്കെ പറയുന്നത് പോലെയല്ലേ ഈ പോറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പേരിൽ പോറ്റി എന്നില്ല കേട്ടോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വന്നത്. ശരി, നമുക്ക് പരമാവധി ഫുൾ നെയിം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. അതാണ് പ്രശ്നം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെ പരമാവധി ഉപയോഗിക്കാം. പക്ഷേ നമ്മളുടെ സ്ഥലത്തിൻ്റെ സ്പേസിൽ അല്പം കുറവുള്ളത് കൊണ്ട് പോറ്റി എന്ന് എഴുതി അത് ആക്കുന്നത് മാത്രം എന്ന് കരുതി നമ്മുടെ നാട്ടിൽ വളരെ വൃത്തിയായി, വളരെ കൃത്യമായി ഈ പണിയൊക്കെ ചെയ്യുന്ന ഒരുപാട് പൂജാരിമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി പോറ്റി എന്ന് വിളിക്കുന്നവരുമുണ്ട്. അവരാരും ഇതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, ഇനി SITയുടെ തുടർ നീക്കം എന്താണ്? ചെന്നൈയിൽ പങ്കജ് ഭണ്ഡാരിക്കും കുരുക്ക് മുറുകുന്നു എന്നാണ് അറിയുന്നത്. ഹൈദരാബാദിലേക്ക് പോകേണ്ടി വരുമോ? നാഗേഷ്, കൽപേഷ് തുടങ്ങിയവരിലേക്കൊക്കെ അന്വേഷണം എത്തണം. ഏറ്റവും നിർണായകമായത് ഇവിടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, അതേപോലെ പട്ടികയിലുള്ള ജയശ്രീ അടക്കമുള്ള ആളുകൾ, സുധീഷ്, ഇവരിലേക്കൊക്കെ അന്വേഷണം ഇനി വരുമോ? ആരെയാണ് അടുത്തതായിട്ട് പൊക്കാൻ പോകുന്നത് SIT? ഗുഡ് മോർണിംഗ് റോഷി.
ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട SITയുടെ അടുത്ത നീക്കം നിർണായകമാകും. കാരണം ഏറെ വൈകാതെ SITക്ക് അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇനി ഏതാണ്ട് 10 ദിവസം മാത്രമാണ് കസ്റ്റഡിയുള്ളൂ. ഒരുപക്ഷെ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തി കസ്റ്റഡി ഇനിയും കൂട്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി അനുവദിച്ച സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങും. മുരാരി ബാബുവിന് നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഏറെ വൈകാതെ മുരാരി ബാബു അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ എത്തുമെന്ന് ഉറപ്പാണ്. അതിനൊപ്പം ഈ മറ്റ് ഹൈദരാബാദിലെയും ചെന്നൈയിലും അടക്കം പോകേണ്ടതുണ്ട് തെളിവെടുപ്പിന്. അതും വൈകാതെ ഉണ്ടാകും. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അങ്ങനെയുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യൽ തുടരും. ഭണ്ഡാരിയിലേക്ക് പോകേണ്ടി വരും. ഒപ്പം കൽപേഷിനെ കണ്ടെത്തണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സ്വർണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് തൊണ്ടി മുതലാണ്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കൂടെ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ റോഷി, ഒരുപക്ഷെ ഓപ്പറേഷൻ കുബേര ഇപ്പോൾ ശക്തമായിരുന്നെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓപ്പറേഷൻ കുബേരെ കുടുങ്ങി അകത്തു പോകേണ്ട ആളാണെന്നാണ് തോന്നുന്നത്. വട്ടപ്പലിശയ്ക്ക് പണം കൊടുത്ത് സ്ഥലത്തിന്റെ പ്രമാണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം, അല്ലേ റോഷി? അരുൺകുമാർ, തീർച്ചയായും നേരത്തെ ഓപ്പറേഷൻ കുബേര സജീവമായ ഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വട്ടിപ്പലിശക്കാരൊക്കെ പോലീസിന്റെ പിടിയിലായതാണ്. അവരിൽ നിന്നും ആധാരവും ഉൾപ്പെടെയുള്ള മറ്റ് രേഖകളൊക്കെ കണ്ടെടുത്ത് ഉടമസ്ഥന്മാർക്ക് തിരിച്ചു നൽകിയ ഒരു ചരിത്രം കേരള പോലീസിനുണ്ട്. സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരൊക്കെ കുടുങ്ങുമായിരുന്നു. നേരത്തെ ഈ കേസിലല്ലെങ്കിലും ഈ പറഞ്ഞ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായുള്ള വട്ടിപ്പലിശ കേസിലെങ്കിലും ഇവന്മാർ കുടുങ്ങുമായിരുന്നു. അരുൺകുമാർ, ബാബുവാണ് എന്ന് തോന്നുന്നു. ഹരി, ഞാൻ ഒന്ന് ഹരിയിലേക്ക് കൂടി പോയിട്ട് വരാം. ഹരി, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയതിനു ശേഷം അടുത്ത രണ്ടാം ഘട്ടത്തിൽ മുരാരി ബാബു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് SITയുടേത്. കൂടുതൽ വിവരങ്ങൾ ഹരി ശേഖരിക്കുന്നു. പ്രേക്ഷകരിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നതല്ലേ? ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയായിരുന്നു. ഈ വാർത്തകളെല്ലാം ആദ്യം പുറത്തുവിടുന്നത് നമ്മളാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നതാണല്ലോ. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയാണെങ്കിലും കട്ടളപ്പാളിയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത താങ്ങുപീഠമാണെങ്കിലും പിന്നീട് ഇതിന് ഹൈദരാബാദ് ബാംഗ്ലൂർ കണക്ഷനുള്ള വിവരവും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ഈ വിവരങ്ങളെല്ലാം പ്രേക്ഷകർ അറിഞ്ഞു. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇപ്പോഴും അവിടെ വലിയ വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊന്നും ഇല്ല എന്നുള്ളതാണ്. എത്ര സ്വർണം അവിടെയുണ്ട്? ഈ സ്വർണം, വാതിലിൽ പൂശിയിരിക്കുന്ന സ്വർണം എവിടെയാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നലെ നമ്മൾ ആ മഹസന്റെ രേഖകൾ പുറത്തുവിട്ടിരുന്നു. അതുപോലെ ഈ ചർച്ചയായി മാറുന്നു.